മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടിയുടെ ജനറൽ സർവീസിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫിൽറ്റർ കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാവുന്നുള്ളൂ. പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ്, നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓയിലിൻ്റെ ലീക്കേജോ ബെൽറ്റിൻ്റെ കണ്ടീഷനോ അതേപോലെ ഗ്രീസിങ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നോക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ് നമുക്ക് കിടക്കണ ബെൽറ്റ്. പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് ക്ലച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ നമ്മൾ നോക്കി ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് വേറെ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെയാണ് ബെൻഡെക്സിൻ്റെ ഭാഗവും. ബെൻഡെക്സിൻ്റെ ഭാഗവും ചെക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ടൈറ്റ് പോലെ ആയതുകൊണ്ട് അത് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ക്ലച്ച് യൂണിറ്റും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ക്ലച്ചിൽ മേജറായിട്ടുള്ള വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് ഗ്രീസിങ് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുക, ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളും പുതിയ കേബിൾ, ചോക്ക് കേബിളും ആക്സിലേറ്റർ കേബിളും പുതിയ കേബിളുകളാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല അഴുക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ചെളി അടിച്ച് കയറിയുണ്ട്, മഴയുടെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സർവീസുണ്ട്. മഴയൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓപ്പണായിട്ടൊന്ന് കഴുകിയെടുക്കാം. കാരണം ഇപ്പോൾ കഴുകിയാലും വീണ്ടും ഇതേപോലെ തന്നെ ചെളി കയറും. വേണമെങ്കിൽ കഴുകാം, കൂട്ടത്തിൽ വേണമെങ്കിൽ കഴുകി പോവാം. പക്ഷേ മഴയാകുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിയാലും മതി. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്, വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. സ്പീഡോമീറ്റർ കേബിൾ വർക്ക് ചെയ്യാത്ത കേബിൾ പൊട്ടിപ്പോയേക്കണം കേട്ടോ. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം. അപ്പോൾ അതൊന്ന് കേബിൾ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കിയിടാം. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലത്തെ ടയറൊക്കെ കമ്പനി വരുന്ന മോഡൽ MRFൻ്റെ ടയർ എടുക്കണം, നല്ല ടയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇരിക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2024 മോഡൽ. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. 13.129 വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്, കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണം കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പുതിയ ബാറ്ററിയാണ്, പക്ഷേ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് ബാറ്ററി ടെസ്റ്റൊക്കെ നമുക്ക് സർവീസിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കേട്ടോ, ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അതുപോലെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഒരു അല്പം ലെവൽ കുറവ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല, ഏകദേശം ഒരു 100 മില്ലിയുടെ അടുത്ത് വ്യത്യാസം ഉള്ള പോലെ ഒരു ഫീൽ. കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നമുക്കിപ്പോൾ അടുത്ത സർവീസിൽ മുമ്പായിട്ട് ഇടയ്ക്കൊന്ന് കയറ്റിയിട്ട് ഓയിലൊന്ന് ചെക്ക് ചെയ്തോളൂ. അതായത് അടുത്ത സാധാരണ നമുക്ക് സർവീസ് വരാമെന്ന് 4 മാസം കൂടുമ്പോഴല്ലോ. അപ്പോൾ നമുക്ക് അത് പോകണ്ട, ഏകദേശം ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കയറ്റിയിട്ട് എൻ്റെ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ. കാരണം വെച്ചാൽ ഓയിൽ ശരിക്കും കുറഞ്ഞ് ഓടാൻ പാടില്ല. ഇത് അതിനുള്ള തീരെ കുറഞ്ഞ രീതിയിലൊന്നും ഓടിയല്ലോ കേട്ടോ. കാരണം വെച്ചാൽ കുറച്ച് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, അപ്പോൾ സർവീസും എഞ്ചിനോയിലും വാട്ടർ സർവീസും എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ആ മീറ്റർ കേബിളിൻ്റെ അടക്കം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. അപ്പോൾ വാട്ടർ സർവീസ് നമ്മൾ സാധാരണ രീതിയിലുള്ള ബോഡി വാഷിങ്ങാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് ഓപ്പണായിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബോഡി അഴിച്ച് കഴുകണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് വാട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഈ മഴയുടെ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് അടുത്ത സർവീസിൽ ചെയ്താലും മതി. നമ്മൾ സജഷൻ പറഞ്ഞതിൻ്റെ കാരണം എന്തായാലും ഇനി മഴയാണ്, ചെളി കയറും, അത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി. ഓക്കെ.